അപ്പൊ ഇത് നാരട്ടപ്പിള അറിയണ ആൾക്ക് സമാധാനം എന്നുള്ള വിവരം അപ്പൊ തന്നെ കിട്ടി? അതൊക്കെ എനിക്ക് വിവരം കിട്ടി, കിട്ടി. അപ്പൊ എൻ്റെ വീട്ടിലൊരു സ്ഥിതി എന്താ വെച്ചാൽ മദ്രാസിൽ തന്നെയാണ്. അതെ, എൻ്റെ വീട്ടിലെ സ്ഥിതി എന്താ വെച്ചാൽ 3 ജ്യേഷ്ഠന്മാരും 2 സഹോദരിമാരും കല്യാണം കഴിക്കാണ്ട്. 6ാമത്തെ നമ്പർ എൻ്റെ. അത് ശരി. അതുവരെ ഇവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ള ബേജാറ് എനിക്കുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഒരു അനിയത്തിയുണ്ട്, അവളും പ്രായപ്പെടുത്തി. പിന്നെ ആങ്ങളുണ്ട്. അപ്പോൾ വേറെ അവരെ അന്വേഷിച്ച് വന്നപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തോളാൻ ഇവള് പറഞ്ഞു. എൻ്റെ വിവാഹം പിന്നെ അനിയത്തിരെ കഴിച്ചു, എന്നെയും കൂടി ബന്ധപ്പെടുത്തി. ഇല്ല ഇല്ല, വളരെ രഹസ്യമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചത്. ഇപ്പം അടുത്തൊരു സംഭവം ഉണ്ടായത്, ഞങ്ങൾ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമുണ്ടായി. അവിടെ വെച്ചിട്ട് ഈ വിഷയം ഏതോ രീതിയിൽ ഞങ്ങളുടെ പ്രണയകാര്യം സ്കൂളിൽ സംസാരിച്ചു. അപ്പോൾ എന്നെ ഞങ്ങളെ പഠിപ്പിച്ചൊരു അധ്യാപകൻ ഉണ്ട് ഇവിടെ തൊട്ടടുത്ത്, ജോൺ മാഷ് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞത്, ഓ ഇന്നെ പറ്റിച്ച് കളഞ്ഞു നിങ്ങളില്ലേ. എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴാണ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്ന് അറിയുന്നത്. അത്രയും സൂക്ഷ്മമായിട്ടാണ് നിങ്ങളാ പ്രണയം മുന്നോട്ട് നയിച്ചത് ഇല്ലേന്ന് മാഷ് കഴിഞ്ഞ വർഷം ചോദിക്കേണ്ടായി. ഞങ്ങൾ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ 5 കല്യാണം കഴിയണം, 6ാമത്തെ നമ്പറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വളരെ താല്പര്യം എടുത്ത് ഓരോരുത്തരുടെയും വിവാഹം നേരത്തെ കഴിച്ചു വിടാനായിട്ട് വലിയ ശ്രമം ചെയ്ത ആളാണ്. അവസാനം പിന്നെ 6ാമത്തേന് എന്നില്ല 5ാമത്തേൽ ഞാനും കൂടി ഉൾപ്പെട്ടു കല്യാണം, 2 ആളുടെ കൂടെ, ഏട്ടൻ്റെ എൻ്റെ കൂടെ, അങ്ങനെ ഒരുമിച്ച്. അപ്പോഴേക്കും ഇവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് എൻ്റെ അമ്മാമ്മ ഉണ്ടായിരുന്നു, പോസ്റ്റ്മാനായിരുന്നു. അദ്ദേഹം ഇവളെ അറിയുമായിരുന്നു, ഇവളെ ഇഷ്ടമായിരുന്നു. എനിക്ക് ആകെ പേടിക്കാനുണ്ടായിരുന്ന ഒരാൾ അമ്മാവനായിരുന്നു. അദ്ദേഹം പൂർണ്ണ സമ്മതം തന്നു. അന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു സന്തോഷം ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായിട്ടില്ല. അത്രയും വലിയ സന്തോഷമായിരുന്നു. അമ്മാവൻ്റെ പെർമിഷൻ കിട്ടലും കല്യാണത്തിന് വീട്ടുകാർ ഒരുങ്ങുന്നതൊക്കെ ജീവിതത്തിൽ ഭയങ്കര സംഭവമായിരുന്നു. ട്രാവൽ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. അവർക്ക് കത്ത് എന്നും കറസ്പോണ്ടൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് ഇവരുടെ അമ്മാവനാണ് എന്നും കത്തായിട്ട് വരിക. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇവരുടെ അമ്മാവനെന്ന് എനിക്ക് അറിയാം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്നത്തെ പ്രണയം ഇപ്പം എങ്ങനെയാ വെച്ചാൽ, നമ്മളൊക്കെ വായിക്കും കാണും കേൾക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ഇത് എന്താ പറയുക, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇന്ന്. അന്ന് പ്രത്യേകിച്ച് ഞാനിവളും യാതൊരു വിധത്തിലുള്ള എന്തെന്നതിന് പറയാ തെറ്റായ മാർഗത്തിൽ സഞ്ചരിച്ചിട്ടില്ല, ചിന്തിക്ക പോലും. 3 പ്രാവശ്യം ആളെ നേരിട്ട് കണ്ടിട്ടുള്ളത്, 2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളത് ഇത്രയും കൊല്ലത്തിലേക്ക്. 11 വർഷക്കാലം പ്രണയിച്ചു. 11ാമത്തെ വർഷമാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്, 1977. കത്തുകളിൽ ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ കത്തിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ വിഷയം? ഇന്നും അറിയില്ല. അതാണ് ഉള്ളില് സ്നേഹം വയ്ക്കാന്നല്ല പ്രകടിപ്പിക്കാൻ. കത്തിൽ എന്താണ് വിഷയം ഉണ്ടാവാറ്? കത്തിൽ എന്തെങ്കിലും കായികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അതെന്താ ഉദ്ദേശിച്ചതെന്ന് പറയും. അപ്പം അത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഒരു ഇത് അതിൽ പറയാതെ മുന്നോട്ട് പോകാനാവില്ല. ഞങ്ങൾ 11 മക്കളായിരുന്നു. അതിൽ കുടുംബമാണെങ്കിൽ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് പോയിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്. എന്നാൽ വലിയ സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവർ വേണ്ടത്ര വീടിനെ ശ്രദ്ധിക്കാതെ പോയി. അപ്പോൾ കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഭയങ്കര കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് മുന്നോട്ട് സഞ്ചരിച്ച ഒരാളാണ്. അന്ന് ഇവൾക്ക് കത്തെഴുതുന്നതിലും എൻ്റെ അത് സ്പർശിച്ച് എഴുതുമായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നീ തയ്യാറുണ്ടെങ്കിൽ മാത്രം
പലതും സഹിക്കേണ്ടി വരും. അങ്ങനെയാണ് എൻ്റെ കുടുംബ ചരിത്രം കൂടി ഈ പ്രണയത്തിൽ കൂടി ഇവളെ അറിയിച്ചു. എന്നിട്ട് സമ്മതമാണെങ്കിൽ നമുക്ക്, അങ്ങനെയാണ് വിവാഹം ചെയ്തതും. അത് സത്യം പറഞ്ഞാൽ ഈ വിവാഹമാണ് എൻ്റെ കുടുംബത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. കാരണം എൻ്റെ കൂടെ നിൽക്കാൻ പലതും സഹിച്ചിട്ടുണ്ട്. സഹിച്ച് എൻ്റെ കൂടെ ഇന്ന് വരെ ഇപ്പോഴും നിന്ന് മുന്നോട്ട് പോവുകയാണ്. അത് ഇവളുടെ ഒരു മനസ്സിൻ്റെ, നല്ല മനസ്സിൻ്റെ രീതിയിൽ. അപ്പോൾ ഇന്നും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞു നാടകം എൻ്റെ ജീവിതം ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ കഥാപ്രസംഗം. ഞാൻ കഥാപ്രസംഗം നാടകമൊക്കെ കൂടി അതിൽ കൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ CPM-ൻ്റെ പ്രവർത്തകനായിരുന്നു. LC സെക്രട്ടറി, AC മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികളിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ 1968, 67, 69 കാലഘട്ടത്തിൽ ഞാൻ ഉപയോഗിച്ചത് ഏറെക്കുറെ കലാപരമായ നാടകം, അതുപോലെ തന്നെ കഥാപ്രസംഗമൊക്കെ നടത്തിക്കൊണ്ട് ജനങ്ങളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുത്തുക ഉണ്ടായി. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സാംബശിവൻ എന്ന കുലപതി, കഥാപ്രസംഗത്തിൻ്റെ കുലപതി 3 വർഷക്കാലം ഒരുമിച്ച് ഒരേ വേദിയിൽ കഥ പറയുകയുണ്ടായി. അതേ വേദിയിൽ തന്നെ 2 വർഷം തൃക്കളം കൃഷ്ണൻകുട്ടി എന്ന കാതികൻ കഥ പറയലുണ്ടായി. ഞാൻ ഹൈസ്കൂള് വിദ്യാഭ്യാസം അല്ലാതെ കഴിഞ്ഞ് മദ്രാസിൽ പോയി വന്നതിന് ശേഷം നാടക ട്രൂപ്പ് സംഘടിപ്പിക്കുകയുണ്ടായി ഞമലങ്ങാടി 1972. അത് ഇവിടെ പൂരപ്പറമ്പുകളിലൊക്കെ കളിച്ചിരുന്നു ആ നാടകം. നമ്മുടെ ഇന്ന് വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു സിനിമാ നടിയുണ്ട്, തൃശ്ശൂർ എൽസി ഞാനൊക്കെ ഒരുമിച്ച് അന്ന് കളിച്ചിട്ടുണ്ട്. ഇന്ന് എൽസി ഞാൻ ചിലപ്പോൾ ഇവിടെ വിളിച്ച് കാണിക്കും. അന്ന് തൃശ്ശൂർ എൽസി വളരെ ചെറുപ്പം, ഞാനും ചെറുപ്പം തന്നെ അല്ല പറയാം. ഇന്നിപ്പോൾ അവർ വളരെ പ്രശസ്ത. അന്ന് അവർക്കൊക്കെ കൊടുത്തിരുന്ന പൈസ ഉണ്ടല്ലോ, വളരെ തുച്ഛമായ പൈസയാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. അപ്പോൾ നാടകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ഫുൾ ടൈം രാഷ്ട്രീയം മാറ്റി നിർത്തി. അതിന് പ്രത്യേക കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട്, ഓപ്പൺ സർജറി ഹാർട്ടിൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയും പെർമിഷൻ തന്നു, കുറച്ചൊക്കെ ഇളവ് തന്നു. ഇപ്പോൾ ഞാൻ സജീവമായി എനിക്ക് ഈ കലയോട് വളരെ താല്പര്യമുണ്ട്, സാംസ്കാരിക പ്രവർത്തനം. അത് ഫുൾ ടൈം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ചെയ്യുന്നതിന് എനിക്ക് വേണ്ട എല്ലാ സഹായവും, അല്ലെങ്കിൽ ഏത് കുടുംബത്തും ഇത് സഹായിച്ചെന്ന് വരില്ല. അതെനിക്ക് കഴിയുന്നത് എൻ്റെ കുട്ടികളുടെ സമ്മതം, അവരുടെ ഹെൽപ്പൊക്കെ കൂടിയാണ്. അതിന് വലിയ പങ്കുകൾ വഹിക്കുന്നുണ്ട്.